ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ എല്ലാവരും എൻ്റെ മോളുടെ ബർത്ത്ഡേ വ്ളോഗ് കണ്ടിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഫുഡൊക്കെ ഞാൻ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതാണ്. ഉച്ചയ്ക്ക് ഒരു 2 o'clock ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ കുക്കറിൽ വെജിറ്റബിൾസ്, പാവ് ഭാജിക്കുള്ള വെജിറ്റബിൾസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇത് പാനിപ്പൂരിക്കുള്ള കടല ഞാൻ തലേദിവസമേ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. പിന്നെ ഇത് പാവ് ഭാജിക്കുള്ള ഒരു മസാല നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു മസാലയാണ് നമ്മൾ കുക്ക് ചെയ്ത ഒരു വെജിറ്റബിളിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരു കുറച്ച് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഒരു മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അതിൻ്റെ ഒരു കളർ ചേഞ്ച് വന്ന് അതിൻ്റെ പച്ചമണം എല്ലാം നന്നായിട്ടൊന്ന് പോയി കിട്ടണം. അപ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തീരെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുക്കറിലോട്ട് ഞാൻ പാനിപൂരിയുടെ സ്റ്റഫിങ് കടലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു സ്റ്റഫിങ് റെഡി ആകുമ്പോഴത്തേക്കും പാനിപൂരിയുടെ കാര്യം റെഡിയാവും. പിന്നെ പാവ് ഭാജി നമ്മൾ ഓൾറെഡി ഒരു 50% ആയി എന്ന് തന്നെ പറയാം. ബിക്കോസ് വെജിറ്റബിൾസ് ഞാൻ കുക്കറിൽ ഒരു 5-6 വിസിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ സ്മാഷ് ആവണം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ തീയിൽ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഡെക്കറേഷൻ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കറിയാവുന്നത് പോലത്തെ സിമ്പിൾ ഡെക്കറേഷൻ ആണ് ഞാൻ ചെയ്തത്. സോ എത്ര ചെയ്തിട്ടും അങ്ങോട്ട് എനിക്കൊരു തൃപ്തി വരുന്നില്ലായിരുന്നു. പിന്നെ കുക്കറിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം ഞാൻ എടുത്ത് നല്ലപോലെ ഒരു സ്മാഷർ വെച്ച് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്യണം. നമ്മൾ എന്തൊക്കെ വെജിറ്റബിൾസാണ് ഇട്ടതെന്നുള്ളത് ഒന്നും കാണാൻ പറ്റില്ല. നന്നായിട്ട് തന്നെ ഒന്ന് സ്മാഷ് ചെയ്യണം. അത് ചൂടോടെ തന്നെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ തണുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് സ്മാഷ് ആവത്തില്ല. അപ്പോൾ നല്ല ചൂടുണ്ട്. ആവി വരുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. സോ നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്യണം. എന്നിട്ട് സ്മാഷ് ചെയ്യുന്ന ആ ഒരു വെജിറ്റബിൾസിലോട്ടാണ് നമ്മൾ ഈ നല്ലപോലെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യേണ്ടത്. ആ മസാല ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് തന്നെ അതിൻ്റെ പച്ചമണം പോകണം. എന്നിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സിങ് നന്നായിട്ട് ചെയ്യണം. ഇത് നമുക്ക് അല്ലാതെയും ചെയ്യാം. താഴെ അടുപ്പിൽ വെച്ച് ചെയ്യണമെന്നൊന്നുമില്ല. എടുത്തിട്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടും. കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ തൂവി കൊടുത്തിട്ടുണ്ട്. ബോംബെയിൽ ഈ പാവ് ഭാജിയൊക്കെ വലിയൊരു തവയിലാണ് അവരിങ്ങനെ സ്ട്രീറ്റ് ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ വെച്ചിരിക്കും. വലിയൊരു തവയിൽ വെച്ചിരിക്കും. അതാണ് അവിടുത്തെ ഒറിജിനൽ പാവ് ഭാജി. എന്നിട്ട് നമ്മളത് സ്മാഷ് ചെയ്ത് വെച്ചിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് കടല ഞാനൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ പാനിപ്പൂരിയിൽ. അങ്ങനെ നമ്മളുടെ പാവ് ഭാജി റെഡിയായി. പാനിപ്പൂരിയും റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് മുട്ടക്കറിയാണ്. അത് ഞാൻ ധാബ സ്റ്റൈൽ എഗ് കറിയാണ് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പാവ് ഭാജിക്കുള്ള മസാല വഴറ്റി ആ ഒരു പാത്രത്തിൽ തന്നെയാണ് എഗ്ഗ് കറിയും ഞാൻ ഉണ്ടാക്കുന്നത്. സോ അതാണ് ഒരു സൈഡിൽ അതിൻ്റെ മസാലയൊക്കെ ഇരിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ആ ഒരു മസാല എഗ് കറിയിലും ഏകദേശം ആ മസാലയൊക്കെ തന്നെയാണ് ഞാൻ ചേർക്കുന്നത്. ധാബ സ്റ്റൈൽ എഗ് കറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും നമുക്ക്. സോ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് വലിയ ഗ്രേവി അല്ല, പക്ഷേ ഒരു തിക്ക് ഗ്രേവി ആയിട്ട്. അങ്ങനെ എഗ്ഗ് കണ്ടോ, ഞാൻ നന്നായിട്ട് പെർഫെക്റ്റായിട്ട് ബോയിൽ ചെയ്ത് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലീനാക്കി വെച്ചു എഗ്ഗൊക്കെ. ഇനി വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ എനിക്ക് അഗെയിൻ ഞാനിവിടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്ക് ഡെക്കറേഷൻ്റെ ആ സൈഡിൽ ആ ഒരു ജസ്റ്റ് പേപ്പർ ഫ്ലവേഴ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു. പിന്നെ ഇത് അമ്പലത്തിൽ രാവിലെ കൊടുത്ത പൂജയ്ക്കുള്ള പ്രസാദമാണ്. അതും ഞാൻ ഈ ചെറിയ ടിന്നിൽ ആ വരുന്ന കുട്ടികൾക്ക് പാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചു. പിന്നെ കഴിക്കാനുള്ള പ്ലേറ്റ്സ്, ഇത് പാനിപ്പൂരിക്ക് വേണ്ടിയിട്ടാണ് ബൗളൊക്കെ വെച്ചിരിക്കുന്നത്. ചെറിയ പ്ലേറ്റ്, വലിയ പ്ലേറ്റ്, കപ്പ്, പിന്നെ ബൗള് ഒക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ആ സമയത്ത് നമുക്കതൊന്നും അന്വേഷിക്കേണ്ട. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ തന്നെ കുക്കിങ്ങിനോടൊപ്പം തന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ബോയിൽഡായ എഗ്ഗും നമ്മൾ ചേർത്ത് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. കറി പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സെമി തിക്ക് ആ ഒരു ഗ്രേവി വന്നിട്ടുണ്ടായിരുന്നു. ആ ഗ്രേവി ഞാൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പത്തിനും ചപ്പാത്തിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കറി തന്നെയായിരുന്നു. ചില ദിവസങ്ങളിൽ ഒത്തു വന്നു എന്ന് പറയില്ലേ, അതായത് എരിവ്, പുളി, സ്പൈസ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അങ്ങനെ മുട്ടക്കറി റെഡിയായി. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മമ്മൂസായിരുന്നു. പ്രിപ്പറേഷൻ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഞാൻ ചീസി മമ്മൂസ്, സ്റ്റീംഡ് മമ്മൂസ്, അങ്ങനെ എനിക്ക് അറിയാവുന്ന പോലെ ഒരു ഷേപ്പിൽ ഞാൻ പ്രെപ്പ് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് അന്നേക്കും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒട്ടും നമുക്ക് പറ്റത്തില്ല. സോ ഇത് തലേന്ന് തന്നെ ഞാനിത് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അത് സ്റ്റീം ചെയ്യുന്നതിന് കുറച്ച് മുന്നേ എടുത്ത്
സ്റ്റീം ചെയ്യേണ്ടത് ഞാൻ ആദ്യം തന്നെ സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു. ഫ്രൈ ചെയ്യേണ്ടത് ഫ്രൈ ചെയ്യുന്നു. സോ നമ്മളുടെ ഏകദേശം ഓരോരോ ആ ഒരു മെനുവിലുള്ള ഓരോ സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇത് മമ്മൂസും കൂടെ ഒന്ന് സ്റ്റീം ചെയ്യാനായിട്ട് സ്റ്റീമറിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. അല്ലാതെ എൻ്റെ അടുത്ത് മമ്മൂ സ്റ്റീമർ അതൊന്നുമില്ല. ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഫുള്ളി ടയേർഡായിരുന്നു. സോ എന്തായാലും എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവരും കാണുക. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വ്ളോഗായിട്ട് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.